ഹായ് ഫ്രണ്ട്സ്, തംബ്ലൈന് കണ്ടിട്ടുള്ള ആ ഒരു പെൻ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തയ്യൽ മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൂചിയാണ്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ പെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അതേ ഒരു മഷി കഴിഞ്ഞൊരു പെന്നെടുത്തിട്ടുണ്ട്. മഷി കഴിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിതേ ഈ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ ഇതുപോലെ തുറക്കാൻ കിട്ടുന്ന ആ ഒരു ടൈപ്പുള്ള പെന്നായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ അതേ ചെറിയ രണ്ട് വയറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പോയാൽ ഒരു 30 സെൻറ്റിമീറ്റർ നീളമെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ മെയിൻ സംഭവം ഇതാണ്. നമ്മൾ കൊതുകിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബാറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണ് ഈ ഒരു പെന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടതെന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബാറ്റിൻ്റെ ഈ പുറത്ത് കാണുന്ന ഈ ഒരു കവറിങ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഫ്രണ്ട്സ്, നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു സർക്യൂട്ട് ബോർഡാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ ടച്ച് ചെയ്യരുത്, ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ രണ്ട് വയറുകൾ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. വയറുകൾ സോൾഡർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ പെന്നൊന്ന് റെഡിയാക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ രണ്ട് വയറുകൾ എടുത്തു വെച്ചിരുന്നു. അതിലൊരു വയർ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ വെൽഡ് ചെയ്യുന്ന മെഷീനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് ആ ഒരു പെന്നിലേക്ക് കണക്ട് ചെയ്യണം. മറ്റൊരു ഭാഗം നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ സോൾഡർ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു തയ്യൽ മെഷീൻ്റെ സൂചിയിലോട്ട് ഈ ഒരു വയർ ഇതുപോലെ ചുറ്റിയെടുക്കണം. ആ ഒരു പരിപാടിയും നമ്മളുടേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പെന്നിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു സൂചി കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പെന്നിൻ്റെ രണ്ട് ഭാഗവും അടഞ്ഞിട്ടാണ് നിന്നിരുന്നത്. ആ രണ്ട് സംഭവങ്ങൾ ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതേ വയർ ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇളകി പോരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ സോൾഡറിങ് പ്രോസസ്സ് ആരംഭിക്കാൻ പോവുകയാണ്. സൂചിയിൽ കണക്ട് ചെയ്തതിൻ്റെ മറ്റ് ഭാഗത്തുള്ള വയർ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ബോർഡിലോട്ട് സോൾഡർ ചെയ്ത് വെക്കുകയാണ്. നേരത്തെ നമ്മളൊരു വയർ മാറ്റി വെച്ചിരുന്നു. ആ വയർ സർക്യൂട്ട് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സോൾഡറിങ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ നമുക്ക് ആ ഒരു പെന്ന് ഉപയോഗിച്ച് എഴുതേണ്ടത് ആ ഒരു ഭാഗത്ത് ഇവിടെയായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെയും ടച്ച് ചെയ്യാനായിട്ട് പോകരുത്. പെന്ന് ഇതിൽ എഴുതുന്ന ടൈമിൽ നമ്മൾ എവിടെയും ടച്ച് ചെയ്യാനായിട്ട് പോകരുത്. അപ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ നമ്മൾ എവിടെയും ടച്ച് ചെയ്യാനൊന്നും പോകരുത്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു സ്വിച്ചിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിച്ച് നോക്കാം, സ്പാർക്ക് വരുന്നുണ്ടോ നോക്കാം. ഗൈസ്, സ്പാർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് പെന്ന് ഉപയോഗിച്ചൊന്ന് എഴുതി നോക്കാം. എഴുതുന്ന ടൈമിൽ ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലേഡ് എടുത്തത്. ക്യാമറയിൽ ഈ ഒരു സംഭവം എത്ര ക്ലാരിറ്റി കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇത് മാഞ്ഞു പോകുന്നില്ല കേട്ടോ. കാരണം ഇത് ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാനൊന്നും നമുക്ക് കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് സംഭവം അവിടെ നിന്നോളും. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.